ഹലോ ഗായ്സ്, ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് അസീലുകൾക്ക് കഫക്കെട്ടാണ്. കാലാവസ്ഥ തണുപ്പായതുകൊണ്ടാണ് ഇവർക്ക് കഫക്കെട്ട് വന്നത്. അവർക്ക് മരുന്ന് കൊടുത്തപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഞാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവരുടെ വെള്ളം കുടിക്കുന്ന പാത്രം ക്ലീൻ ആക്കുകയാണ്. ഇനി അത് ക്ലീൻ ആക്കിയില്ലെങ്കിൽ അവരുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അതിലുണ്ടാവും. അപ്പോൾ ക്ലീൻ ആക്കിയില്ലെങ്കിൽ അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഫംഗസൊക്കെ ഉണ്ടാകും. പിന്നെ ഞാൻ ഡെയിലി അത് ക്ലീൻ ആക്കലുണ്ട്. അപ്പോൾ വെള്ളത്തിൽ വിമറാളും ഗ്രോവിപ്ലസും മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അളവ് പറഞ്ഞു തരാം. 100 കോഴികൾക്ക് 5 മില്ലി വിമറാൾ, 7 മില്ലി ഗ്രോവിപ്ലസും മിക്സാക്കി കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് കൊടുക്കാറ്. നിങ്ങളെ കോഴികളെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് കൊടുക്കാം. ഇത് കൊടുക്കുന്നതിന് അവർക്ക് ഇതിന് വിറ്റാമിൻസ് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കാറുള്ളത്. ഇത് ഷോർട്ട് നോസിൻ്റെ കുട്ടികളാണ്. ഇത് കത്തിക്കാലാണ്, കത്തിക്കാലിൻ്റെ പേരാണിത്. വേറെ കുട്ടികളാണുള്ളത് ഇവിടെ. ഇത് കത്തിക്കാലിൻ്റെ കുട്ടികളാണ്. നാടൻ കോഴിക്ക് അട വിരിയിച്ച കോഴിക്കളാണിത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. നാടൻ കോഴികൾക്ക് അട വെച്ച് വിരിയിക്കാറാണ്. അല്ലെങ്കിൽ അസീലുകൾക്ക് വെച്ച് കൊടുത്താൽ മുട്ട പൊട്ടും. അവർ നല്ല വെയിറ്റ് ഉണ്ടാവും, ഒരു 4 കിലോ വെയിറ്റൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നാടൻ കോഴികൾക്ക് വെച്ച് കൊടുക്കുന്നത്. ഇത് വെത്തുകാലിൻ്റെ ഫീമെയിലാണ്. ഇവനാണ് കഫക്കെട്ടുള്ളത്. ഇത് വെത്തുകാലിൻ്റെ മെയിലാണ്. ഇനി ഇവനാണ് മരുന്ന് കൊടുക്കാൻ പോകുന്നത്. ഇവന് കൊടുക്കാൻ പോകുന്ന മരുന്നിൻ്റെ പേര് അസട്രാളാണ്. ഞാൻ അസീലുകൾക്ക് എല്ലാവർക്കും അസട്രാൾ തന്നെയാണ് കൊടുക്കാറുള്ളത്. വലിയ അസീലുകൾക്ക് 4 ഡ്രോപ്പും ചെറിയ അസീലുകൾക്ക് 2 ഡ്രോപ്പും കൊടുക്കലുള്ളത്. ഇവർക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ക്ഷീണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിമറാൾ കൊടുക്കാറുള്ളത്. അസുഖം ഇല്ലെങ്കിലും ആഴ്ചയിൽ 1 പ്രാവശ്യം വിമറാളും ഗ്രോവിപ്ലസും കൊടുക്കാറുണ്ട്. ഇത് ഷോർട്ട് നോസിൻ്റെ 6 മാസമായ കുട്ടിയാണ്. ഇവനുണ്ട് കഫക്കെട്ട്. പിന്നെ ഇവർക്ക് തീറ്റ കൊടുക്കാറുള്ളത് കമ്പും പക്കാച്ചോളവുമാണ്. ഇതാണത്.
കത്തിക്കാലിൻ്റെയും വെത്തുകാലിൻ്റെയും ഷോർട്ട് നോസിൻ്റെ കുട്ടികൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 94 47 35 13 02. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡബിൾ ബോഡി ഹെവി സൈസ് പെയറുകളാണുള്ളത്. അവരുടെ കുട്ടികളുമാണ് ഉള്ളത്. നല്ല വെയിറ്റുള്ള ഹൈറ്റുള്ള പെയറുകളാണ് ഉള്ളത്. അപ്പോൾ കോഴിക്കുട്ടികൾക്ക് കൊടുക്കാറുള്ളത് സ്റ്റാർട്ടറാണ് കൊടുക്കല്. ഞാൻ അങ്ങനെ കൊടുക്കാറുള്ളത്. 1 മാസം സ്റ്റാർട്ടർ തന്നെ കൊടുക്കാറുള്ളത്. പിന്നെയാണ് ചോളം കമ്പൊക്കെ കൊടുക്കല്.